നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോയാൽ അവിടെ റാന്നിയിൽ മഴക്കെടുതിയിൽപ്പെട്ട കടകളിലെ ചെളിയും മണ്ണും ഒക്കെ നീക്കുകയാണ്. നാട്ടുകാരും കടയുടമകളും ഒക്കെ സംയുക്തമായിട്ടാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ വിവരത്തിലേക്ക് നമുക്ക് പോവാം. VS അനു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനു, ഈ വെള്ളം കയറുന്നതും മഴക്കെടുതികളും മാത്രമല്ല, അത് ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ശുചീകരണമാണ് ഏറ്റവും പ്രശ്നവും ശ്രമകരവും. തീർച്ചയായും സേതു, നമുക്കറിയാം സാധാരണ ഈ പ്രളയക്കെടുതി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ കടകളിലായിക്കോട്ടെ വീടുകളിലായിക്കോട്ടെ ഈ കരുന്ന ചെളി ഉൾപ്പെടെയുള്ളവ വൃത്തിയാക്കുന്ന ഇപ്പം നമ്മൾ നിൽക്കുന്നത് റാന്നിയിലാണ്. റാന്നിയിലിപ്പോൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വലിയ പെട്ടെന്നൊരു മഴ വരികയും ഈ വെള്ളക്കെട്ട് വരികയൊക്കെ ചെയ്തതോടുകൂടി ഈ കടകളിലും വീടുകളിലും ഒക്കെ ഈ തരത്തിൽ വലിയ തരത്തിലുള്ള ഈ മാലിന്യങ്ങൾ വന്നു കൂടിയിട്ടുണ്ട്. അത് വൃത്തിയാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ജനങ്ങളുടെയും അതുകൊണ്ട് പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാവരും വലിയ കൂട്ടായി തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ റാന്നിയിലൊക്കെ വളരെ പെട്ടെന്നാണ് വലിയ ഒരു ഈ പറയുന്ന വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഈ പറയുന്ന പമ്പയാറ് നിറഞ്ഞ് കവിഞ്ഞുകൊടുകൂടി വളരെ പെട്ടെന്ന് റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ വേഗത്തിൽ ഈ പറയുന്ന വെള്ളക്കെട്ടും മഴ ഇതൊക്കെ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ റാന്നി MLA പഴയുള്ള മധു ഉൾപ്പെടെയുള്ളവർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമുക്ക് MLAയുടെ പ്രതികരണം കൂടെ തേടാമെന്ന് തോന്നുന്നു. MLA, ഈ റാന്നിയിലെ ഒരു അവസ്ഥ എപ്പോഴെങ്ങനെയാണ്? റാന്നിയിൽ ഇപ്പോൾ ക്ലീനിങ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഈ ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇത്രമാത്രം വേസ്റ്റുകൾ വന്നടിഞ്ഞിരിക്കുകയാണ്. അത് ആദ്യം നീക്കം ചെയ്യുക. കാരണം ഇനിയൊരു മഴ വന്നാൽ ഈ വേസ്റ്റ് വീണ്ടും ഇവിടെ വലിയ വലിയ പകർച്ചവ്യാധിക്കൊക്കെ കാരണമാകും. അപ്പോൾ ഞങ്ങൾ തന്നെ രാവിലെ അങ്ങ് മുന്നോട്ടിറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഇന്നലെ ഈ വളരെ പെട്ടെന്നാണൊരു വെള്ളപ്പൊക്കമൊക്കെ ഈ ഭാഗത്തുണ്ടായത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഈ സ്ഥിരമായ റാന്നിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ ഇവിടെ വെള്ളക്കെട്ടാവും. എന്താണ് കാരണം എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. ഇതുവരെ ആരും പഠിച്ചിട്ടില്ല. 2018 പ്രളയം ഉണ്ടായിരുന്നു, അന്ന് ആരും പഠിച്ചില്ല. ഇത്ര വർഷങ്ങൾ പോയി, 7-8 വർഷം പോയി. ഇത്തവണ പഠിക്കും. പഠിച്ചിട്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും. അത് ആരുടെ മുഖത്ത് നോക്കി ആവശ്യപ്പെടും. അതിന് പാർട്ടി ഒന്നും നോക്കത്തില്ല. പാർട്ടി ഒന്നൊരു പ്രശ്നമല്ല. ഗവൺമെൻറ്റിലെ ഒരു ബഹുമാനരായ മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമതടസ്സം ഉണ്ടോ, പരിസ്ഥിതി പഠിക്കണോ, ഒക്കെ പഠിച്ചോട്ടെ. പക്ഷേ ഇതിന് പരിഹാരം ഉണ്ടാവണം. റാന്നിക്കാരിവിടെ പലായനം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ജീവിക്കണം. അവർക്ക് വ്യാപാരികൾക്ക് ഇവിടെ കച്ചവടം നടത്തണം. അവർക്ക് അതിന് അനുകൂലമായ സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കണം. ടാക്സ് വാങ്ങിക്കുന്നല്ലേ, അതൊക്കെ പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെൻറ് ചെയ്യും. നല്ല സമീപനമാണ് ഇതുവരെ. ഈ പ്രളയം ഉണ്ടായതിനു ശേഷം ഗവൺമെൻറ്റിലെ എല്ലാവരും, മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇവരുടെ ചുമതലയുള്ള മന്ത്രി എല്ലാവരും നല്ല സഹകരണമാണ്. ആ സഹകരണം ഇനിയും വേണം. അത് ഞങ്ങൾ ആവശ്യപ്പെടും. അതിൻ്റെ പിന്നാലെ നിൽക്കും. അത് നേടിയെടുക്കുകയും ചെയ്യും. വളരെ നന്ദി. നമുക്കിവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്. ഈ നമുക്ക് റാന്നിയിൽ ഇന്നലെ ഉണ്ടായ ഈ പെട്ടെന്നുണ്ടായ മഴ പ്രശ്നങ്ങളെ കുറിച്ച് അവരോട് ചോദിക്കാം. ഇന്നലെ ഇങ്ങനെ വളരെ പെട്ടെന്നൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ടായി. എന്താണ് നിങ്ങൾ പറയാനുള്ളത്? ഞാൻ ഇവിടുത്തെ ആളല്ല, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ ഇത് നോക്കാൻ വേണ്ടി വന്നതാണ്. എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട MLA ഉൾപ്പെടെയുള്ളവരെ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വ്യാപാരികൾക്ക് ഭയങ്കരമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം വ്യാപാരികൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഓണമൊക്കെ മുന്നിൽ കണ്ട് വ്യാപാരികൾ കച്ചവടത്തിന് വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തത്. പക്ഷെ വളരെ പെട്ടെന്നാണ് ഇന്നലെ ഇങ്ങനൊരു ഈ പറയുന്ന വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായത്. നമുക്ക് ചോദിക്കാം, ഈ വ്യാപാരികളുടെ അവസ്ഥ എങ്ങനെയാണ്? ചേട്ടാ, എന്താ ഇവിടുത്തെ അവസ്ഥ? വ്യാപാരികളുടെ ഓണം സംബന്ധിച്ച് സാധനങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്ക് ചെയ്യും. അവരിതേ ഒരു പ്രതീക്ഷ, വർഷത്തിലൊരു ഓണമല്ലേ, പ്രതീക്ഷിച്ച് എന്ത് ചെയ്യാനാ, പ്രതീക്ഷിക്കാതൊരു വെള്ളം കയറലല്ലേ. രാത്രി പാതിരാത്രി ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യും. കുറേ ശരിക്കും നഷ്ടങ്ങൾ തന്നെ. ഈ റാന്നിയിൽ 2018 ശേഷമാണ് ഇങ്ങനെ വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് കാണുന്നത്? 2018 ശേഷം ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നില്ലേ. വ്യാപാരികളൊക്കെ അന്ന് വലിയ നഷ്ടത്തിലായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ക്ലിയർ ചെയ്ത് വരുമായിരുന്നു. ഇത് പ്രതീക്ഷിക്കാതെ രാത്രിയിൽ വെള്ളം ഉരുൾപൊട്ടിയൊക്കെ വെള്ളം കയറുന്നത് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരിതല്ലേ. അതുപോലെ ഓണത്തിലെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയും എല്ലാം ഒരു പ്രതീക്ഷയായിരുന്നല്ലോ. ഓണത്തിലുള്ള കച്ചവട പ്രതീക്ഷയായിരുന്നല്ലോ. എന്ത് ചെയ്യാൻ പറ്റും, നഷ്ടങ്ങൾ കഴിച്ചല്ലേ ഒക്കത്തുള്ളൂ.
സേതുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ വ്യാപാരികളുടെ കാരണം ഈ ഓണം പ്രതീക്ഷിച്ച് സ്റ്റോക്ക് എടുത്ത മനുഷ്യന്മാരുണ്ട്, കച്ചവടക്കാരുണ്ട്. അവരുടെ അത്തരം ഒരു പ്രതീക്ഷകളിലേക്കാണ് ഈ വലിയ പെട്ടെന്നുണ്ടായ ഒരു വെള്ളക്കെട്ടും അതുകൂടാതെ തന്നെ ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായി. ഈ റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജനങ്ങളുടെ നേതൃത്വത്തിൽ, ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ, പോലീസിന്റെയൊക്കെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളാണ് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടക്കുന്നത്. സേതു. ഓക്കെ അനു, ശരി. അപ്പം